ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയിലേക്കാണ്. പത്തനംതിട്ടയിൽ യുവതിയെ വൈരാഗ്യത്തിൽ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീവച്ച കേസിൽ ഇപ്പോൾ പ്രതി അജിൻ റെജി മാത്യുവിന് ജീവപര്യന്തം തടവും 5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നു. ശിക്ഷാവിധി പുറത്തു വന്നിരിക്കുകയാണ്. 19-കാരിയായ യുവതിയെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീവച്ച കേസിലാണ് പ്രതി അജിൻ റെജി മാത്യുവിന് ജീവപര്യന്തം തടവും 5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അയിരൂർ സ്വദേശിനി കവിതയാണ് കൊല്ലപ്പെട്ടത്. ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് പ്രതിയെ നയിച്ചത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം കൂടിയാണ്. കൃത്യമായി പറഞ്ഞാൽ 2019 നടന്ന സംഭവമാണ്. രഞ്ജിൽ രാജ് ഉണ്ട് വിവരങ്ങളുമായി. രഞ്ജിൽ, പറയൂ. കാളിദാസ്, 2019 മാർച്ച് 12-നാണ് തിരുവല്ലയിൽ ഈ ഒരു സംഭവം നടക്കുന്നത്. കവിയൂർ സ്വദേശിയായ കവിതയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയും ആദ്യം കുത്തി പരിക്കേൽപ്പിക്കുകയും തുടർന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് ഇപ്പോൾ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷയും 5 ലക്ഷം രൂപ പിഴയും ഒടുക്കാൻ കോടതി വിധിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ ഒരു കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത്. പ്രതിക്ക് ഈ ഒരു കേസിൽ അജിൻ റെജി മാത്യുവിന് ഈ ഒരു കേസിൽ ജീവപര്യന്തം ശിക്ഷയും അതുപോലെ തന്നെ 5 ലക്ഷം രൂപ പിഴയും കൊടുക്കാൻ കേസിൽ വിധി വന്നിരിക്കണം. അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ് കോടതി. ഈ ഒരു 2019-ലാണ് ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ഈ ഒരു പ്രതിയും അതുപോലെ തന്നെ കവിതയും +2 കാലഘട്ടം തൊട്ട് ഒരുമിച്ച് പഠിച്ചിരുന്നവരാണ്. തുടർന്ന് ഈ ഒരു പ്രണയത്തിൽ നിന്ന് ഈ ഒരു പെൺകുട്ടി പിന്മാറിയതിലുള്ള വൈരാഗ്യമാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്നാണ് കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ നേരത്തെ തന്നെ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അതിലാണ് ഇപ്പോൾ ശിക്ഷാവിധി വന്നിരിക്കുന്നത്. പ്രതി കുറ്റക്കാരനാണ്, അതേപോലെ തന്നെ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കണം എന്നൊരു വിധി കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഈ ഒരു കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സമയത്ത് കവിതയുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ കുടുംബവും പ്രതിക്ക് തക്കതായ ശിക്ഷ വിധിക്കണം എന്നൊരു കാര്യം കോടതിക്ക് മുമ്പാകെ അഭ്യർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. കേസിൽ എന്തായാലും പരമാവധി ശിക്ഷ ലഭിക്കണം എന്നൊരു കാര്യം കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. ആ ഒരു ആവശ്യമാണ് ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആവശ്യമാണ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്ന തരത്തിലാണ് വിധി വന്നിരിക്കുന്നത്. എന്തായാലും കേസിൽ പ്രതി ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കണം, ജീവിതാവസാനം വരെ ജയിലിൽ കിടക്കണം എന്നൊരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 5 ലക്ഷം രൂപ പിഴ ഒടുക്കാനും വിധി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന് അഭിനന്ദനങ്ങളും കോടതി അറിയിച്ചിട്ടുണ്ട്. 2019 നടന്നൊരു കേസാണ്. പ്രണയപക എന്ന ആ ഒരു ലേബലിൽ വന്ന കേസ് തന്നെയാണ്. ഒരു സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു സൗഹൃദമോ അല്ലെങ്കിൽ പ്രണയമോ നിരസിച്ചതിന് പിന്നാലെ വൈരാഗ്യത്തിൽ പിന്തുടർന്ന് വന്ന് ഈ ഒരു കവിതയെ പിന്തുടർന്ന് വന്ന് കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുന്നു. തുടർന്ന് നിലത്ത് വീണ കവിതയുടെ തലയിൽ കൂടി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുന്നു. ഇതിന് പിന്നാലെ നാട്ടുകാർ തന്നെയാണ് ഈ ഒരു പ്രതിയെ കീഴ്പ്പെടുത്തി പോലീസിൽ ഏൽപ്പിക്കുന്നത്. പക്ഷേ ഈ ഒരു കൊലപാതകത്തിന് പിന്നാലെ പ്രതി പറഞ്ഞത് താനും മരിക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയായിരുന്നു. കവിതയെ കൊലപ്പെടുത്തിയതിന് തൊട്ട് പിന്നാലെ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയായിരുന്നു താനും ഉണ്ടായിരുന്നു എന്ന ഒരു മൊഴിയൊക്കെ തന്നെ പ്രതിയും അന്ന് മാധ്യമങ്ങൾക്ക് മുമ്പായും പോലീസിനും നൽകിയിരുന്നു. എന്തായാലും ആ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. 2019 മാർച്ച് 12 നടന്ന ഒരു കൊലപാതകത്തിൽ ഇപ്പോൾ 2025 ഒരു വിധി വന്നിരിക്കുകയാണ്. പ്രതിക്ക് ജീവപര്യന്തവും 5 വർഷം തടവും ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി. എന്തായാലും അടുത്ത നിമിഷം തന്നെ, അല്ലെങ്കിൽ പ്രോസിക്യൂട്ടറുടെ ഒക്കെ തന്നെ ഇനി പ്രതികരണങ്ങൾ വരാനുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെയും പ്രതികരണങ്ങളൊക്കെ തന്നെ വരാനുണ്ട്. അതെല്ലാം തന്നെ വരും മണിക്കൂറിൽ നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ഒരു കേസിൽ പ്രതിക്ക് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ജീവപര്യന്തം ശിക്ഷ, അതേപോലെ തന്നെ 5 ലക്ഷം രൂപ പിഴയും ഒടുക്കാൻ കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. കാളിദാസ്. ശരി, രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. രാഹുൽ ഗാന്ധി